പ്രിയ കൂട്ടുകാരെ, എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് ക്യാരറ്റ് കൊണ്ടൊരു ഹൽവ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 1.25 കിലോ ക്യാരറ്റ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. അതുപോലെ ഈ ചെറിയൊരു ഗ്ലാസ്സിന് 1.25 കപ്പ് പച്ചരി എടുത്ത് വൃത്തിയായി കഴുകി കുതിർത്ത പച്ചരിയാണ് ഇരിക്കുന്നത്. ഒരു 7-8 മണിക്കൂറോളം കുതിർത്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുതിർത്ത പച്ചരി നമ്മൾ വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. ഇവ രണ്ടും നന്നായിട്ട് വെവ്വേറെ അരച്ചെടുക്കാം. എടുത്തു വെച്ച ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചെടുത്തതാണ്. നന്നായിട്ട് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത ക്യാരറ്റാണ് ഈ കാണുന്നത്. അതുപോലെ ഇതിനാവശ്യമായിട്ട് കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇത്ര കാഷ്നട്ട്, കുറച്ച് നെയ്യ് ആവശ്യമാണ്, കുറച്ച് വെളിച്ചെണ്ണ ആവശ്യമാണ്. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, സൺഫ്ലവർ ആയാലും ഓയിലായാലും കുഴപ്പമില്ല. ഞാൻ എടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. അടുപ്പിലേക്ക് ഒരു പാത്രം ഉരുളി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് എണ്ണ ചേർക്കാം. ഒന്ന് ചൂടായാൽ നമ്മൾ അരച്ചു വച്ചിരിക്കുന്ന പച്ചരി, ഇത് അരച്ചു വച്ചിരിക്കുന്ന പച്ചരിയാണ്. ഇതിലൊരു തരി പോലും പാടില്ല. എല്ലാ തരിയും കളഞ്ഞ് നന്നായിട്ട് അരിച്ചു വച്ചേക്കുന്നതാണ്. മാക്സിമം ഒരു നല്ലൊരു തോർത്ത് കൊണ്ട് വെച്ച് അരിച്ചെടുക്കുന്നതാണ് നല്ലത്. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഈ അരിച്ചു വെച്ചേക്കുന്ന പച്ചരിയുടെ വെള്ളമാണ് ഒഴിക്കുന്നത്. നമ്മുടെ മാവ് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ആ സമയം തന്നെ ഇതിന് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണ് ചേർക്കുന്നത്, ശർക്കരയല്ല. അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഇതിനോടൊപ്പം നമ്മൾ മിക്സിയിലേക്കിട്ട് അരച്ച് വെച്ചേക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ശർക്കരയല്ല, പഞ്ചസാര ആയതുകൊണ്ടാണ് ഞാൻ അല്പം ഉപ്പ് കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമ്മൾ കുറച്ച് മധുരം ചേർത്തിട്ടുണ്ട്. അത് കുറച്ച് കഴിഞ്ഞ് നോക്കിയതിന് ശേഷം പഞ്ചസാര ആവശ്യമാണെങ്കിൽ വീണ്ടും ചേർക്കാവുന്നതേ ഉള്ളൂ. ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതിന് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മാവ് ഇങ്ങനെ കുറുകി വരുന്നുണ്ട്. കട്ട കെട്ടാനായിട്ട് അതിനെ ഇടയാകാതെ വണ്ണം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനെ ഒരു അടുപ്പ് കിട്ടിയിട്ടുണ്ട്. അടുപ്പ് ഈ രീതിയിലുള്ള അടുപ്പ് ഇങ്ങോട്ടില്ല. ഇവിടെ ഇത് ഒരു പാലക്കാടുള്ള ഒരു സിസ്റ്റർ പറഞ്ഞു തന്നിട്ടാണ് ഇതേ രീതിയിലുള്ള അടുപ്പ് കെട്ടിയത്. ഈ വിറകൊന്നും നിലത്ത് ആളില്ലെങ്കിൽ പോലും തറയിൽ വീണ് പോകാറില്ല. ഇതിനകത്ത് തന്നെ കിടക്കും. നമുക്ക് അല്പമായിട്ട് അങ്ങോട്ട് നീക്കി മാത്രം കൊടുത്താൽ മതി. ഞങ്ങളുടെ ഇങ്ങോട്ടേക്ക് ഈ അടുപ്പൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല. സാധാ പുകയില്ലാത്ത അടുപ്പ് കിട്ടും, പക്ഷേ ഇവിടെ ഓപ്പൺ ആയിരിക്കും. പക്ഷേ ഇതിപ്പോഴും ഇവിടെയൊക്കെ അടച്ചിരിക്കുന്നു. അത് എന്തുകൊണ്ട് എനിക്ക് ഇത് നല്ലതായിട്ടാണ് തോന്നുന്നത്. നമ്മുടെ കുറുകി വരുന്ന മാവിൻ്റെ കളർ കണ്ടോ, നല്ല ഓറഞ്ച് കളറല്ലേ. രണ്ട് ക്യാരറ്റ് ഉണ്ടെങ്കിലും നമുക്ക് വീട്ടിൽ ചെയ്യാം. പക്ഷേ ഇത്തിരി സമയം പിടിക്കുമെന്നേ ഉള്ളൂ ഈ മാവ് ഇങ്ങനെ കുറുകി വരുന്നത്. നമ്മൾ അപ്പത്തിനെടുക്കുന്ന മാവിലും ഇത് ഉണ്ടാക്കാം. ഒരല്പം പിള്ളേർക്ക് വേണമെന്ന് വെച്ചാൽ ഉടനെ തന്നെ നമുക്ക് ഒരു അരമണിക്കൂറിൻ്റെ പാടേ ഉള്ളൂ നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. മാവ് നല്ല കുറുകി വരുന്നുണ്ട്. ഇത് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കുന്നത് കൊണ്ടാണ് ഉടനെ കട്ട പിടിക്കാത്തത്. നമ്മളൊന്ന് ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കും. പിന്നെ മധുരം അവരവർക്ക് ആവശ്യാനുസരണം ചേർക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ എൻ്റെ ആവശ്യത്തിന് കുറച്ച് ചേർത്തിട്ടുണ്ട്. മാവൊന്ന് കുറുകി വന്നതിന് ശേഷം അടുത്ത് വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർക്കും. ഇപ്പോഴും നോക്കിയപ്പോഴും ആവശ്യത്തിനുള്ള മധുരമുണ്ട്. അലുവ എന്ന് പറയുമ്പോഴേ മധുരം അല്പം മുന്നോട്ട് തന്നെയാണ് ആവശ്യം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ശർക്കരയിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. പക്ഷേ ഇതിൻ്റെ കളർ കാണാൻ സാധിക്കത്തില്ല. മറ്റേത് ഇതാണെങ്കിൽ
നല്ല ഓറഞ്ച് നിറത്തിൽ, ലൈറ്റ് ഓറഞ്ച് നിറത്തിൽ തന്നെ ഹൽവ വെട്ടിയെടുക്കാം. ഇതുവരെയും കട്ട കെട്ടിയിട്ടില്ല, നല്ല കുറുകി വരുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ട് കുറുകി വരുമ്പോഴാണ് ഈ അടുപ്പിൽ വിറക് വയ്ക്കുമ്പോൾ നമുക്ക് തീ ഇങ്ങോട്ട് പുറത്തോട്ട് വരികയോ തെറിച്ച് വീഴുകയോ ഒന്നും ചെയ്യുന്നില്ല. അഥവാ തെറിച്ച് വീണാലും തന്നെ നമുക്ക് ഒരു അടപ്പ് വെച്ച് അടച്ചു കൊടുക്കാം. അതിനുള്ള ഒരു അടപ്പും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ അടച്ച് വെച്ചേക്കാം. നമുക്ക് ഇവിടെ നിന്നാൽ ചൂട് തട്ടുന്നെങ്കിൽ ഇങ്ങനെ അടപ്പ് വെച്ച് അടച്ചു കൊടുത്തിട്ട് നമുക്ക് നിന്നാലും കുഴപ്പമില്ല. നമ്മുടെ ഈ കുറുക്ക് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ശരിക്കും നല്ല കുമിളകൾ പൊട്ടി വരുന്നുണ്ട്. നമ്മൾ ഒഴിച്ച എണ്ണ അരിവ് തോറും വരുന്നുണ്ട്. ഇത് മാവ് ഇങ്ങനെ കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒഴിച്ച എണ്ണ ഇതിൻ്റെ മുകളിലോട്ട് തന്നെ തിരിച്ചു വരും. സൈഡിലൊക്കെ കട്ട പിടിച്ച് വരുന്നുണ്ട്. ആയിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി പെട്ടെന്ന് കട്ട പിടിക്കും. അതുകൊണ്ട് കൈ മാറ്റാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോഴും കട്ട പിടിച്ചിട്ടില്ല, നല്ല കുറുകിയിട്ടേ ഉള്ളൂ. ഈ സമയം നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് വീട്ടിലുണ്ടാക്കി വെച്ചേക്കുന്ന നെയ്യാണ്. RKGയുടെ ടിന്നേ ഉള്ളൂ. വീട്ടിൽ ഉരുക്കിയെടുത്ത നെയ്യാണ് ഇതിൽ ചേർക്കുന്നത്. അടിച്ച് ചെറിയ തീയെ ഇടുന്നുള്ളൂ. പെട്ടെന്ന് കൊണ്ട് മൂട്ടിൽ പിടിക്കുമെന്നുള്ള പേടി കൊണ്ടാണ് കുറേശ്ശെ തീ ഇടുന്നത്. ഇതുപോലെ കോരി തിരിച്ച് മറിച്ചും ഇത് നല്ല മുറുകി വരുന്നുണ്ട്. ഈ സമയം നന്നായിട്ട് നമ്മൾ കോരി ഇങ്ങനെ മറിച്ച് വെക്കണം. ഇതുപോലെ ഒതുക്കി ഓരോ സൈഡ് ഇങ്ങനെ ഒതുക്കി ഇങ്ങനെ കോരി തിരിച്ച് എടുക്കണം. ഇത് അലുവ മുറുകി വരുമ്പോൾ നമുക്ക് കുറച്ച് കിണ്ടി എടുക്കാനായിട്ട് കുറച്ച് ഇളക്കുന്നതിന് പാടാണ്. എന്താ പാത്രത്തിൽ നിന്നും അലുവ വിട്ട് വരുന്നുണ്ട്. ഇനി അല്പസമയം കൂടെ എടുത്താൽ മാത്രം മതിയാകും. സ്പൂണിൽ കോരുമ്പോൾ തന്നെ സ്പൂണിന് നല്ലതായിട്ട് താഴോട്ട് വീഴുന്നുണ്ട്. ഇതുപോലെ ഈ നെയ്യിൽ കിടന്ന് തന്നെ മൂത്ത് വരേണ്ടത്. ഞങ്ങളുടെ ഈ അടുപ്പ്, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ അടുപ്പ് ഞങ്ങളുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല. ഈ അടുപ്പ് എനിക്ക് പറഞ്ഞു തന്നത് പാലക്കാടുള്ള ഒരു സൂപ്രണ്ടാണ്, നേഴ്സിംഗ് സൂപ്രണ്ടാണ് സിസ്റ്റർ. ഞങ്ങളുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായിട്ടാണ് നിൽക്കുന്നത്. ആ സിസ്റ്ററാണ് ഈ കാണുന്നത്. ഈ സിസ്റ്റർ മാത്രമല്ല, ഇവിടെ കുറേ സിസ്റ്റർമാർ നിന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഞങ്ങളുടെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. സിസ്റ്റർ, ഞങ്ങളുണ്ടാക്കുന്ന ഫുഡ് എങ്ങനെയുണ്ട് സിസ്റ്റർ? വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയാണ് സിസ്റ്റർ. ചേച്ചി നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് ഉണ്ടാക്കി തരും. വളരെ ടേസ്റ്റി ആയിട്ട് തന്നെയാണ് ചേച്ചി ഉണ്ടാക്കാറ്. താങ്ക് യു. ഇത് നമ്മുടെ അലുവ റെഡിയായി ഏകദേശം ആയിട്ടുണ്ട്. സ്പൂണിൽ കോരുമ്പോഴും മറിച്ച് ഇതുപോലെ മറിച്ച് വേണം കോരി മൊരിച്ചെടുക്കേണ്ടത്. ഈ സമയത്ത് നമ്മൾ എടുത്തു വച്ചേക്കുന്ന നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ കോരി മറിച്ച് സ്പൂണിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്.
ഇതാ നമ്മുടെ അലുവ റെഡി ആയിട്ടുണ്ട്. അലുവ കോരേണ്ട പ്ലേറ്റിലേക്ക് അല്പം ഈ അടുപ്പിൽ കിടക്കുന്ന നെയ്യ് തന്നെ ചേർത്ത് ഒഴിച്ചൊന്ന് ആ പ്ലേറ്റിലേക്ക് തേച്ച് എന്നിട്ട് ഇതിലേക്ക് കോരി നമ്മുടെ ക്യാരറ്റ് അലുവ റെഡിയായി. ഇത് 2 പ്ലേറ്റിലേക്കാണ് കോരി മാറ്റിയിരിക്കുന്നത്. ഇത് നല്ല തണുത്തതിന് ശേഷം ആവശ്യാനുസരണം വെട്ടിയെടുക്കാം. നമ്മൾ ചേർത്ത എണ്ണയും നെയ്യും ഒക്കെ ഇത്രയും ബാലൻസ് ആയിട്ട് വന്ന് കിടക്കുകയാണ്. ഈ നെയ്യിലല്ലേ ഇത് നിന്ന് മൊരിയേണ്ടത്. അത് കാരണമാണ് ആ തുടക്കത്തിലേ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുന്നത്. ഇതാ നമ്മുടെ അലുവ റെഡിയായ ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കുക.